ഞാൻ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഐറ്റം വരുന്നത് കുറച്ചൊരു പ്രീമിയം ആയിട്ട് നമുക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ്. 3000 എബോ റേഞ്ചുള്ള ഐറ്റം ആട്ടോ. ഹൈ ക്വാളിറ്റി റയോൺ ഫാബ്രിക്കിൽ, അതായത് നമുക്ക് ആ ടച്ച് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫീൽ മനസ്സിലാവും. പിന്നെ അതിൽ ഫുള്ളായിട്ട് ഫ്രഞ്ച് നോട്ട് ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് പോയിരിക്കുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പിൻ്റെ ഞാൻ നേരത്തെ കുർത്തി പാറ്റേണിലും കൊണ്ടുവന്നായിരുന്നു. പക്ഷേ ഇത് മെറ്റീരിയൽ ഡിഫറെൻ്റ് ആട്ടോ. അതിലും റേറ്റ് കൂടി ഫാബ്രിക്കിലാണ് ഇതിൻ്റെ ടോപ്പും ദുപ്പട്ടയൊക്കെ ചെയ്തേക്കുന്നത്. അപ്പോൾ ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഫ്രഞ്ച് നോട്ട് ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ അന്ന് കൊണ്ടുവന്നതിനേക്കാളും കുറച്ചുകൂടെ തിക്കായിട്ടുള്ള വർക്കാട്ടോ. അപ്പോൾ ഈ ഒരു വീനെക്ക് പാറ്റേണിൽ കുറച്ചൊരു പീച്ച് കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഈ ഒരു പോർഷൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ബാക്കി കംപ്ലീറ്റ് ആയിട്ട് നേരത്തെ വന്നിരുന്ന ആ ഒരു മോഡൽ തന്നെ. മെറ്റീരിയൽ ഡിഫറെൻ്റ് ആണ്. നമ്മുടെ സാൻഡൂൺ ഫാബ്രിക് ഒക്കെ ഇല്ലേ, അതുപോലെ അത്രയും നല്ല തിക്കായിട്ടുള്ള ഫാബ്രിക്, റയോണിൻ്റെ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ അത് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ കൈക്കുള്ളത് എക്സ്ട്രാ ഇവിടെ ചെറുതായിട്ട് രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഉണ്ട്, ദുപ്പട്ട കാണിച്ചില്ലല്ലേ. ദുപ്പട്ട സെയിം ഫാബ്രിക് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിലും ബോർഡർ പോർഷനിലൊക്കെ നന്നായിട്ട് തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല ലെങ്ത് കേട്ടോ. ഇത് ഞാൻ നിങ്ങൾക്ക് ആ വർക്ക് കാണാൻ വേണ്ടി ഞാൻ കുറച്ച് അല്ലാതെ ഇട്ടെന്നുള്ളതേ ഉള്ളൂ. ഈ രീതിയിൽ രണ്ട് സൈഡിലും താഴ്വശത്ത് വർക്കുണ്ട്, അകത്തോട്ടും ചെറുതായിട്ട്. എല്ലാം ഹാൻഡ് വർക്ക് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ബോട്ടം ആണെങ്കിലും സാൻഡൂൺ ഫാബ്രിക്കാണ്. സ്കാലപ്പ് ബോർഡറൊക്കെ എല്ലാം നല്ല ഫിനിഷിങ്ങിലാട്ടോ ചെയ്തേക്കുന്നത്. റേറ്റ് ഉണ്ട്. നിങ്ങൾക്ക് പാർട്ടി വെയർ ആയിട്ട് നിങ്ങളൊരു ടസറൊക്കെ എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നവർക്ക്, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ടസർ എടുത്ത് മടുത്തു എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ, അങ്ങനെ കുറച്ച് വെറൈറ്റി ആയിട്ട് നോക്കുന്ന അങ്ങനെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. ഞാനിങ്ങനെ പാർട്ടി വെയർ കൺസെപ്റ്റിലുള്ള കുറച്ച് ഐറ്റംസും എക്സ്ട്രാ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ കുറേ ഐറ്റംസ് നമ്മൾ സൈറ്റിലും കിടപ്പുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അതിൽ നിന്നാണെങ്കിലും ബൈനോ കൊടുത്താൽ മതി കേട്ടോ. ബൈനോ കൊടുത്തു കഴിഞ്ഞാൽ വാട്സപ്പിലോട്ട് നിങ്ങൾക്ക് അതിൻ്റെ അവൈലബിലിറ്റി കിട്ടും. അപ്പോൾ ഈ പ്രോഡക്റ്റ്സ് ഒക്കെ ആണെങ്കിലും ഫോട്ടോ ആയിട്ട് സൈറ്റിൽ കൊടുത്തേക്കാം. ഇത് നല്ല ജെറ്റ് ബ്ലാക്ക് കളറിലാട്ടോ ചെയ്തേക്കുന്നത്. ബോട്ടം സെയിം കളർ, നമ്പർ Y484, റേറ്റ് 3390, 3390. അപ്പോൾ ഈ ഒരു സെയിം ഐറ്റം തന്നെ 4 ഷെയ്ഡ്സിലാണ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് കണ്ടത് ബ്ലാക്ക് ആയിരുന്നു. ഇത് നല്ലൊരു പേർപ്പിൾ ഷെയ്ഡാണ്. അതിലും വർക്ക് സെയിം തന്നെയാണ് കേട്ടോ. പീച്ച് കോമ്പിനേഷൻ, അതായത് ഒനിയൻ പിങ്കും പീച്ചോട് ചേർന്നിട്ടുള്ള കോമ്പിനേഷനിൽ ഈ ഒരു നെക്ക് പോർഷനിൽ എക്സ്ട്രാ കുറച്ച് വർക്കുണ്ട്. പിന്നെ ബാക്കി കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് ഷെയ്ഡിലാണ് കൊടുത്തേക്കുന്നത്. അകത്തോട്ടും വൈറ്റും പിന്നെ ബോർഡറിൽ പീച്ചോടെ ചേർന്നിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഫാബ്രിക്കാണ്, ഭയങ്കര സോഫ്റ്റ് ഒരു മെറ്റീരിയലാണ് കേട്ടോ. ശരിക്കും സിൽക്ക് ആ ഒരു ഇടുന്ന അതേ ആട്ടിത്തം തന്നെ ഇതിന് ഇട്ടാലും കിട്ടും. ബോട്ടം സെയിം കളർ സാൻഡൂൺ ഫാബ്രിക്കാണ്. നമ്പർ Y482, റേറ്റ് 3390. ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. അതായത് നമുക്ക് നോർമലി വരാറുള്ള ബ്ലൂവിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഒരു വെറൈറ്റി കളറാണ്. നമ്മുടെ ടീൽ ബ്ലൂ അല്ല, കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആട്ടോ ഈ ഒരു ഷെയ്ഡ്. ഒരുപാട് അങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്ന ആ ഒരു ടൈപ്പ് അല്ല, എന്നാൽ ഭയങ്കര മങ്ങിയ കളറും അല്ല, നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ്. ഈ ഒരു പീച്ചുമായിട്ടൊക്കെ നന്നായിട്ട് കോമ്പിനേഷൻ കൊടുക്കാൻ പറ്റിയൊരു ഷെയ്ഡ്. ഫുൾ വൈറ്റ് ത്രെഡ് വർക്കാണ് കൊടുത്തേക്കുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് വർക്കാട്ടോ. ഇതിൻ്റെ അകത്തും ദുപ്പട്ടയിലും ഒക്കെ ഫുൾ ഹാൻഡ് വർക്കാണ്. ബോട്ടം തരാം. ബോട്ടം സെയിം കളർ തന്നെയാണ് കേട്ടോ. അതും ഞാൻ പറഞ്ഞില്ലേ, എല്ലാം മെറ്റീരിയൽ കൂടിയ മെറ്റീരിയൽ തന്നെ യൂസ് ചെയ്തേക്കുന്നത്. സാൻഡൂൺ ഫാബ്രിക്കാണ് ഇതിൻ്റെ ബോട്ടം കൊടുത്തേക്കുന്നത്. കറക്റ്റ് കളർ തന്നെയാണ് കേട്ടോ. നമ്പർ Y483, റേറ്റ് 3390. ഇതിൽ 4ാമത്തെ ഷെയ്ഡ് വരുന്നത് നോർമൽ ഗ്രീൻ അല്ല, കുറച്ച് ബോട്ടിൽ ഗ്രീൻ്റെ തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കളർ. അതിലും പീച്ച് വൈറ്റ് കോമ്പിനേഷൻ തന്നെയാണ് കൊടുത്തേക്കുന്നത്. എല്ലാം അത്രയും ഒരു എലഗൻറ്റ് ലുക്കാട്ടോ. ഞാൻ പറഞ്ഞ പോലെ സിൽക്ക് അല്ലാതെ നിങ്ങൾ കൂടിയ ഐറ്റംസ് ഏതെങ്കിലും ഇങ്ങനെ പാർട്ടി വെയറായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രൊഡക്ട്സ് ഞാൻ കുറേ എണ്ണം ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കളർ നോക്കി സെലക്ട് ചെയ്താൽ മതിയേ. ഇതുപോലെ കേട്ടോ. പക്ക നല്ലൊരു ഫംഗ്ഷൻ ബേസ്ഡ് ആയിട്ട് ചെയ്തേക്കുന്ന ഒരു ഐറ്റമാണ്. മെറ്റീരിയലൊക്കെ അത്ര ഹൈ ക്വാളിറ്റിയാണ്. വാഷ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പറ്റുന്നവരെ ഈ ഇത്രയും റേറ്റൊക്കെ ഉള്ളത് എടുക്കുമ്പം ഒരു 2 പ്രാവശ്യമൊക്കെ ഇട്ടിട്ട് പിന്നെ ഒന്ന് ഡ്രൈ വാഷ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ നല്ല പുതിയതുപോലെ തന്നെ നമുക്ക് പിന്നെയും എടുക്കാൻ പറ്റും. നമ്മൾ നോർമൽ വാഷ് ചെയ്യുമ്പം ഇതെന്നല്ല, ഏത് മെറ്റീരിയലാണെങ്കിലും അതിൻ്റെ ആദ്യത്തെ ഒരു ഭംഗിയില്ലേ, അത് ആ ഫിനിഷിങ് പ്രോസസ്സിൻ്റെ ആ ഒരു ഭംഗിയില്ലേ കുറഞ്ഞു പോകും. പറ്റുന്നവർ ഡ്രൈ വാഷ് ചെയ്യുക കേട്ടോ. ഒരുപാട് റേറ്റ് ഒന്നും ആവില്ല. ഫുൾ സെറ്റ് ചെയ്യാനായിട്ടൊരു 250-300 രൂപ അത്രയും റേഞ്ചൊക്കെ ആവുള്ളൂ. പിന്നെ ഓരോ സ്ഥലത്തിനനുസരിച്ച് വ്യത്യാസം കാണും കേട്ടോ. ചെറിയ എന്നാലും കുഴപ്പമില്ല. എത്ര റേറ്റുള്ള ഐറ്റംസൊക്കെ നമ്മളത് പ്രീമിയം ആയിട്ട് തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ശക്കല പൈസ മുടക്കി ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ബോട്ടം വരുന്നത് സെയിം ആ ഒരു ഫാബ്രിക് തന്നെയാണ് കേട്ടോ. എല്ലാം നല്ല ക്വാളിറ്റി ഫാബ്രിക്കുകളാണ്. പിന്നെ നമ്പർ Y481, റേറ്റ് 3390.